ആനകളെ പരിശീലിപ്പിക്കുന്ന ഒരിടത്തേക്ക് വന്ന ഒരു മനുഷ്യൻ നോക്കിയപ്പോഴേക്കും ഈ ആനകളെല്ലാം അവരുടെ മുൻപിലത്തെ 2 കാലുകളിലും ചെറിയൊരു കയർ വെച്ച് കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ട് കണ്ടു. അദ്ദേഹത്തിന് അത്ഭുതമായി. ഇത്രയും കരുത്തുള്ള ശക്തിയുള്ള ആനയെ എങ്ങനെ ഇത്ര ചെറിയ കയർ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും? ഇദ്ദേഹം ആനയെ പരിശീലിപ്പിക്കുന്ന ആളോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും വലിയ ആനയെ ഈ ചെറിയൊരു കയർ കൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് നിർത്താൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഞങ്ങൾ ആനകൾ കുഞ്ഞായിരിക്കുമ്പോൾ അവയുടെ കാലുകളിൽ ചെറിയ കയർ കൊണ്ട് കെട്ടിയിടാറുണ്ട്. ആന വളരാറുണ്ട്, പക്ഷേ ആനയുടെ മനസ്സിൽ എത്ര വളർന്നാലും ഈയൊരു ചിന്ത ഉണ്ടാകും, ഞങ്ങൾക്ക് ഒരിക്കലും ഇത് പൊട്ടിക്കാനാവില്ല. ആനയുടെ പരിശീലനം പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നെങ്കിലും ആന അതിൻ്റെ ബലം പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഈ കയർ തുണ്ടങ്ങളായി മാറും. ചില വിശ്വാസങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ മാത്രമേ ദൈവീകതയ്ക്ക് വളരാനാവൂവെന്ന് പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ 1ാമത്തെ വായന. അവരെല്ലാവരും തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കണക്കാക്കി. ഓരോരുത്തരും താങ്കൾക്കുള്ളത് വിറ്റ് കിട്ടുന്ന തുക അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. ഇന്ന് സഭ എന്തുകൊണ്ട് ഇത്രയേറെ വിഭിന്നമാകുന്നു, ഇത്രയേറെ ഛിന്നഭിന്നമാകുന്നു എന്നതിൻ്റെ കാരണം അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഓരോരുത്തരും താങ്കളുടെ ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിനുള്ള സന്തോഷത്തിൽ അവർ ബാക്കിയെല്ലാം മറന്നു. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സമ്പത്ത് വേണമെന്നും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സ്വരുക്കൂട്ടണമെന്നൊക്കെ നമ്മളെ ആരോ പഠിപ്പിക്കുകയോ നമ്മൾ ആ ഒരു ചിന്തയിൽ ജീവിക്കുകയോ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള സങ്കല്പങ്ങളെക്കാൾ അധികമായിട്ട് വ്യക്തിപരമായ ചിന്തകളും വ്യക്തിപരമായ അധീനത്വങ്ങളും കടന്നു വന്നു. എത്ര വിശുദ്ധമായ വാക്കുകളാണ് അപ്പോസ്തല പ്രവൃത്തികൾ നൽകുന്നത്. അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കണ്ടു. ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പൊതുവായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവതാളത്തിലാകും. അതുകൊണ്ട് സമ്പാദിക്കാനാവുന്നതൊക്കെ ഇപ്പോഴേ സമ്പാദിക്കുക, നേടാനാവുന്നതൊക്കെ ഇപ്പോഴേ നേടുക, വെട്ടിപ്പിടിക്കാനാവുന്നതൊക്കെ ഇപ്പോഴേ വെട്ടിപ്പിടിക്കുക. ഈ ഒരു മനസ്സ് സഭാജീവിതത്തെ സാരമായി ബാധിച്ചു. എല്ലാവരും തങ്ങൾക്കുള്ളത് പൊതുവായി പങ്കുവെച്ച ഒരു വലിയ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മൈലുകളോളം യാത്ര ചെയ്തു. ഇന്ന് ആർക്കാണ് തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരാളുടെ വേദനയിൽ പങ്കുചേരുവാൻ നല്ല മനസ്സുള്ളത്? എത്രയൊക്കെ വിശ്വാസം പറഞ്ഞാലും നമ്മുടെ വിശ്വാസമൊക്കെ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പട്ടികൾ, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഇതിനപ്പുറം വിശ്വാസം പോലും വളരാൻ നമ്മൾ അനുഭവിച്ചിട്ടില്ല. പൊതുവായി കാണേണ്ടതിനൊക്കെ വ്യക്തിപരമായി കണ്ടു തുടങ്ങി. എല്ലാ മേഖലകളിലും ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ആധിപത്യം പുലർത്താൻ തുടങ്ങി. അതുകൊണ്ട് മനുഷ്യർ പരസ്പരം മനുഷ്യരെ കാണുന്നതും ഈ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളുടെ ബലത്തിലാണ്. അതുകൊണ്ടുണ്ടായ നഷ്ടമെന്ന് വെച്ചാൽ പരസ്പരം പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ടായിരുന്ന സഭയും സഭാജീവിതമൊക്കെ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറി. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ പോലും ലാഭം കഴിയാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണമാണല്ലോ കൂടിക്കൂടി വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു കൃത്യമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ മനസ്സിലാക്കരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ക്രിസ്തു വചനമാണത്. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തത്
കർത്താവിനെ അങ്ങ് ഒറ്റപ്പെടുത്തി ജീവിക്കുക. കർത്താവ് നമ്മൾ തമ്മിൽ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ലാത്ത പോലെ ജീവിക്കുക. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര കണ്ട് സന്തോഷത്തോടെ ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. മത്സരങ്ങൾ നമ്മുടെ ദിനചര്യകളായി മാറി. എല്ലായിടത്തും മത്സരങ്ങൾ മാത്രമാണ്. മത്സര ചിന്ത എല്ലാത്തിനെയും കീഴടക്കി തുടങ്ങി. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്തകളും നമ്മളുടെ സൗകര്യമനുസരിച്ച് മാറ്റി വരികയാണ്. വിശുദ്ധ നാട് സഞ്ചരിച്ച് വന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ നാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. അവിടെ തന്നെ അടക്കുകയാണെങ്കിൽ ചിലവ് കുറവാണ്. എന്നാൽ നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഭീമമായ തുക ചിലവഴിക്കേണ്ടി വരും. അവിടുത്തെ അധികൃതർ ചോദിച്ചു, താങ്കൾ എന്ത് തീരുമാനിച്ചു? അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട്ടിൽ കൊണ്ടുപോകാം. അവർ ചോദിച്ചു, ഇത്രയും പൈസ മുടക്കി നാട്ടിൽ കൊണ്ടുപോകേണ്ട കാരണം? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു മനുഷ്യനെ അടക്കിയിട്ട് അയാൾ 3 എഴുന്നേറ്റ് വന്നു. പലപ്പോഴും നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ചിന്തകളെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് അപ്പോസ്തലന്മാർ, അത് പുതിയതായി ചേർക്കപ്പെട്ടവർ പോലും തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അത് കിട്ടുന്ന തുക ഒരല്പം പോലും അവർക്കായി സംരക്ഷിച്ചില്ല. അവർ അപ്പോസ്തലന്മാരുടെ പാദാന്തികത്തെ സമർപ്പിച്ചു. അവിടെ നിന്നാണ് കത്തോലിക്ക സഭ രൂപപ്പെട്ടത്. എന്നാൽ ഇന്ന് നമ്മളായിരിക്കുന്ന സഭാചിന്തകളും നമ്മളായിരിക്കുന്ന സഭാ സംവിധാനങ്ങളും നമ്മളെ ഇത്തരമൊരു വിശാല മനസ്സിൽ നിന്ന് അകറ്റി സ്വാർത്ഥം നിറഞ്ഞ ചെറിയ ചെറിയ തുരുത്തുകളാകാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഈശ്വരൻ്റെ ഏറ്റവും വലിയ സന്തോഷം കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒരു ആഗോള തലത്തിലുള്ള സമാധാനത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത്. അല്ലാതെ ഞാനും എൻ്റെ കുടുംബവും മാത്രം അനുഭവിക്കേണ്ട സമാധാനമല്ല. ഇനിയെങ്കിലും നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ ഇടപെടലുകളെയും വിശാലമായി ചിന്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവായ യേശു ക്രിസ്തു ആ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രം ജീവിച്ച ഗലീലിയ, നസറത്ത്, ജെറുസലേം വരെയൊക്കെ കറങ്ങി ജീവിച്ചൊരു മനുഷ്യൻ ആ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ലോകത്ത് നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത്, ഞാൻ ജീവിച്ചതും ജനിച്ചതും മരിക്കുന്നതും ഉയർക്കുന്നതും എല്ലാം ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്നു എന്നൊക്കെ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനാണെങ്കിലും അവൻ്റെ മരണം ആഗോള തലത്തിൽ പ്രത്യാഘാതം സൃഷ്ടിച്ചു. അവൻ്റെ ഉദ്ധാനമാകട്ടെ ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുന്നതിനൂടെയാണ്. ഈ ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നതെങ്കിൽ ഈ അപ്പോസ്തലന്മാർ കെട്ടിപ്പടുത്ത ആ ഒരു മനസ്സ് ഇനിയും നമ്മൾ പരിശീലിക്കേണ്ടതായിരിക്കുന്നു. ഉള്ളതെല്ലാം പൊതുവായി സൂക്ഷിക്കാനും ദൈവം നൽകുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനും നമ്മൾ പഠിക്കണം. അവിടെയാണ് ഒരു ചൈതന്യമുള്ള സഭ രൂപപ്പെടുക. ഇന്ന് നമുക്ക് സഭകളേറെയുണ്ട്. മുക്കിന് സഭകളായി, സഭയിലെ വിഭാഗീയതകളും കൂടി വന്നു. എന്നാൽ ആത്മീയമായ ചൈതന്യമുള്ള സഭ രൂപപ്പെടണമെങ്കിൽ മനസ്സുകളൊക്കെ വിശാലമാകണം. വിശാലമായ മനസ്സുകളുടെ സംഗ്രഹമായി കൂടിവരവായിട്ട് സഭ മാറിയാലേ ക്രിസ്തു യഥാർത്ഥ അർത്ഥത്തിൽ പ്രഘോഷിക്കപ്പെടുകയുള്ളൂ. നമ്മളിലൂടെയാണ് ക്രിസ്തു പ്രഘോഷിക്കപ്പെടേണ്ടതെങ്കിൽ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ്. വലിയൊരു ഉൾക്കാഴ്ചയുള്ള സഭാസമൂഹങ്ങൾ സൃഷ്ടിക്കാൻ നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.